ഓക്കെ, നമുക്ക് നമ്മുടെ അനാലിസിസിലേക്ക് വരാം. നമ്മളുടെ ഇൻഡെക്സുകൾ ഇങ്ങനെയാണ് തന്നിരുന്നത്. ഇൻഡെക്സുകൾ നിഫ്റ്റി നോക്കിക്കോളുക. നമ്മുടെ നിഫ്റ്റി തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ നമ്മളുടെ ബോളിനെ ടച്ച് ചെയ്യുന്നു. ബാക്കിയുള്ളതെല്ലാം നിഫ്റ്റി ഡോട്ടർ ലൈൻസിലാണ്, നിഫ്റ്റി ഡോട്ടർ ലൈൻസിലാണ്, നിഫ്റ്റി ഡോട്ടർ ലൈൻസിലാണ്, ദെൻ ഫ്യൂച്ചർ ഡോട്ടർ ലൈൻസിലാണ്. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലൊരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു എൻട്രി ഉണ്ടാകും എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ. നല്ല രീതിയിൽ ഇത് താഴത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും കൺസോളിഡേറ്റഡ് ആയിട്ടാണ് ഇത് താഴത്തേക്ക് വന്നത് അല്ലേ. അതുകൊണ്ട് അതിൻ്റെ ഒരു ബെനഫിറ്റ് നമുക്ക് കിട്ടിയെന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, കണ്ടോ, ഇതെല്ലാം നമ്മൾ താഴത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ബെനഫിറ്റ് നമുക്ക് കിട്ടില്ല, കാരണം ഇത് കൺസോളിഡേറ്റഡ് ആയിട്ടാണ് താഴേക്ക് വന്നിരിക്കുന്നത്. ദെൻ പക്ഷെ എന്തുകൊണ്ടാണ് അങ്ങനെ കൺസോളിഡേഷൻ സംഭവിക്കാനായിട്ട് കാരണം? നമ്മൾക്ക് നമ്മുടെ സ്ട്രൈക്കുകൾ നോക്കിക്കേ. സ്ട്രൈക്കുകൾ നിഫ്റ്റി തന്നെ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു 15 മിനിറ്റ്സിൽ തന്നെ ഒരു പി റേഞ്ചാണ് ഇൻഡെക്സ് കാണിച്ചത് അല്ലേ. സോ നമുക്കതുപോലെ പി റേഞ്ച് നമ്മളുടെ സ്ട്രൈക്കുകളും കാണിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. നിഫ്റ്റിയുടെ പി സ്ട്രൈക്ക്, വീക്കെൻഡ് സ്ട്രൈക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അത്രയും കൺഫർമേഷൻ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കണം. ഇവിടെ ആണെങ്കിലാണ് കൺഫേംഡ് ആയിട്ടുള്ള ട്രേഡ്, അല്ലെങ്കിൽ അത് താഴത്തെ ബോർഡ് ലൈനിലെങ്കിലും ആയിരിക്കണം. ഇതിപ്പോൾ അത് രണ്ടുമല്ല, മുകളിലത്തെ ബോർഡ് ലൈനിൽ നിൽക്കുകയാണ് അല്ലേ. മുകളിലത്തെ ബോർഡ് ലൈനും അല്ല, താഴത്തെ ബോർഡ് ലൈനും അല്ല, ഇങ്ങനെ നിൽക്കുകയാണ്. സോ നമുക്ക് പി കൺഫർമേഷൻ അവിടെ ഇല്ല. നമുക്ക് ഇവിടെയാണെങ്കിൽ മുകളിലത്തെ ബോർഡ് ലൈൻ നിൽക്കുകയാണ്, അതായത് പി ഇടിയാനായിട്ടുള്ള സാധ്യതകളാണ് പറയുന്നത്. പി കയറണമെങ്കിൽ ഒന്നെങ്കിൽ ഇവിടെ ആയിരിക്കണം, അല്ലെങ്കിൽ ബോർഡ് ലൈനിലായിരിക്കണം. ഇത് മന്തിൻ്റെ ആണെങ്കിൽ ഇവിടെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ആകാം, അല്ലെങ്കിൽ ബോർഡ് ലൈനിലാകാം. അതായത് താഴത്തെ ഈ 3 ലൈൻസിനുള്ളിലായിരിക്കണം പി വന്നിട്ടുണ്ടാകും. അങ്ങനെയല്ല നിഫ്റ്റിയുടെ പി വന്നത്. സോ നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ പി നോക്കാം. ബാങ്ക് നിഫ്റ്റിയുടെ പി നോക്കുമ്പോഴും ഇത് ഈ ഒരു പൊസിഷനിലല്ല അല്ലേ, ഒന്നുമല്ലാത്തൊരു പൊസിഷനിൽ നിൽക്കുന്നു. ദെൻ ഇത് ബോർഡ് ലൈനിലാണ്. അപ്പോൾ ഏകദേശം പി ആക്റ്റീവ് ആണെന്നുള്ള ഈ ഒരു സ്ട്രൈക്ക് മാത്രം നമ്മളോട് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ സി സ്ട്രൈക്കിലേക്ക് നോക്കാം. നിഫ്റ്റിയുടെ സി നോക്കാം. സി ഓക്കെ ആണോ നോക്കാം. സിയും ഇതുപോലെ ഫസ്റ്റ് ക്യാൻഡിൽ ഒന്നുമല്ലാത്തൊരു പൊസിഷനാണ്, ബോർഡ് ലൈനിലും അല്ല, താഴത്തെ ഡോട്ടർ ലൈൻസിലും അല്ല. ഓക്കെ, ആദ്യം വീക്കെൻഡ് അത് കൺഫേം ചെയ്യണം. വീക്കെൻഡ് അങ്ങനെയല്ല, പിന്നെ മന്തിലേക്ക് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. വീക്കെൻഡ് കൺഫേം ചെയ്തു, മന്തിലേക്ക് നോക്കി ഒന്നും കൂടെ കൺഫേം ചെയ്യാനായിട്ട് നമ്മൾ മന്തിൻ്റെ എടുക്കുന്നത്. സോ വീക്കെൻഡ് സിയും പിയും കൺഫേം ചെയ്യുന്നില്ല. സിയും പിയും ഒരു കൺഫർമേഷനും ഇല്ലാതെ നടുക്ക് നിന്ന് കളിക്കുകയാണെങ്കിൽ അതിനർത്ഥം അവിടെ കൺസോളിഡേഷൻ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെയാണ്. സിയോ പിയോ ഏതെങ്കിലും ഒരെണ്ണം എങ്കിൽ നമ്മുടെ താഴത്തെ ഡോട്ടർ ലൈൻസിൽ വന്നിരുന്നുവെങ്കിൽ നമുക്കത് കൺഫേം ചെയ്യാൻ മതി. അങ്ങനെ വരുന്നു എപ്പോഴാണ്? ഈ ഒരു പൊസിഷനില്ല. വേണ്ട, ബാങ്ക് നിഫ്റ്റി എത്രാമത്തെ ക്യാൻഡിലാന്ന് നോക്കിയേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 14ാമത്തെ ഈ ഒരു ക്യാൻഡിൽ വരുമ്പോഴത്തേക്കും എന്ത് വരുന്നുണ്ട്? ബാങ്ക് നിഫ്റ്റിയുടെ സി പൊസിഷൻ ഈ ലാസ്റ്റ് ഡോട്ട് ലൈൻസിൽ വരുന്നുണ്ട്. ഇതാണ് എപ്പോഴും നമ്മളുടെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്, ലാസ്റ്റ് ഈ ഡോട്ടർ ലൈനിൽ വരും. അതേസമയം നമ്മുടെ മന്തിൻ്റെ കൂടെ കൺഫേം ചെയ്യണം. മന്തിൻ്റെ 14ാമത്തെ ക്യാൻഡിൽ എവിടെയാണ്? ഇവിടെയാണ് വന്നിരിക്കുന്നത്, ബോർഡ് ലൈനിലാണ്. മന്തിൻ്റെ എന്ന് പറയുന്നത് ഒന്നുകിൽ ഇവിടെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കണം, ഇതിൻ്റെ ബിറ്റ്വീൻ ഇതിനുള്ളിലായിരിക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ ബോർഡ് ലൈനിലാകാം. ബോർഡ് ലൈൻ എപ്പോഴും ഒരു ആക്റ്റീവായിട്ടുള്ള പോയിന്റ് തന്നെയാണ്. ബോർഡ് ലൈനായിരിക്കും, അപ്പോൾ ബോർഡ് ലൈനാണ്. അപ്പോൾ സി പൊസിഷൻ ഓക്കെ ആണെന്ന് നമ്മളോട് ബാങ്ക് നിഫ്റ്റി പറയുന്നുണ്ട് 14ാമത്തെ ക്യാൻഡിൽ. അതേ 14ാമത്തെ ക്യാൻഡിൽ നിഫ്റ്റിയും പറയുന്നുണ്ട് ഏകദേശം സി പൊസിഷൻ ഇത്രയൊന്നും ആയിട്ടില്ല എന്നേ ഉള്ളൂ, ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ബോർഡ് ലൈൻസിലാണ് അതിൻ്റെ എന്ത് നിൽക്കുന്നത്, ഏകദേശം കുറച്ച് താഴത്തേക്ക് പോകുന്നു, എങ്കിൽ കുഴപ്പമില്ല, കൺഫേംഡ് തന്നെയാണത്. ആ സമയത്തുള്ള പി പൊസിഷൻ ഇവിടെയാണ്. സോ അത് ഇടിയും എന്നുള്ള പൊസിഷനും കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ഇന്ന് കൺഫേംഡ് ആണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു ട്രേഡ് എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഒരു പൊസിഷൻ നമുക്ക് സി പൊസിഷൻ കൺഫേംഡ് ആയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരു സി ഇടിയാൻ പോകുന്നു എന്നുള്ള കൺഫർമേഷൻ കിട്ടിയിരുന്നു, പക്ഷെ പി കയറാൻ പോകുന്നു എന്നുള്ള കൺഫർമേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് അത് കൺഫേംഡ് ആണെന്ന് പറയാത്തത്. ഓക്കെ, കൺഫേംഡ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു ട്രേഡ് എന്ന് പറഞ്ഞാൽ സി പൊസിഷൻ ആയിരുന്നു. ഈ 14ാമത്തെ ക്യാൻഡിൽ ഒരു സി പൊസിഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു പി പൊസിഷൻ കൂടി പറയാം, അത് ഈ ഒരു ക്യാൻഡിലാണ്.
ഇത് 14, 15, 16, 17ാമത്തെ ക്യാൻഡിലേക്ക് ആയപ്പോഴത്തേക്കും ഇത് ബോൾ ലൈൻ ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. കാരണം നമ്മളുടെ ഈ താഴത്തുനിന്ന് സി കയറി ബോൾ ലൈൻ വരുമ്പോൾ ഒരു റിജക്ഷൻ ഉള്ളതാണ്. ആ ഒരു റിജക്ഷൻ ഇവിടെ ഫോം ചെയ്യുന്നുണ്ടായിരുന്നു. അതേസമയം നമ്മളുടെ നിഫ്റ്റിയും അതേപോലെ തന്നെ ബോൾ ലൈനിൽ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കിവിടെ താഴത്തേക്ക് ഒരു റിജക്ഷൻ പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. സോ ഇത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നൊരു ക്യാൻഡിലായിരുന്നു പി പൊസിഷൻ. കണ്ടോ? അതേസമയം നമുക്ക് പിയുടെ പൊസിഷൻ എന്ന് പറയുന്നത് ബോർഡ് ലൈനിലാണ്. കണ്ടോ? പി നിൽക്കുന്ന വീക്കെൻഡ് പി നിൽക്കുന്ന ബോർഡ് ലൈനിലാണ്. മന്തിൻ്റെ പി നിൽക്കുന്നതും ബോർഡ് ലൈനിൽ ടച്ച് ചെയ്ത് നിൽക്കുകയാണ് റിജക്ഷൻ കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നോക്കാൻ നേരത്തും ഇതുപോലെ പി എന്ന് പറയുന്നത് അതിൻ്റെ വീക്കെൻഡ് പി നോക്കാം. വീക്കെൻഡ് പി കറക്റ്റ് ഇവിടെ തിരിച്ചു പോകാനായിട്ടുള്ള റിജക്ഷൻ ഉണ്ട്. ഇവിടെ മാത്രം അത്രയും കൺഫർമേഷൻ ഇല്ലാന്നേ ഉള്ളൂ. ബാക്കി 3 ഐറ്റംസും കൺഫേം ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അവിടെ ഒരു പി ആക്റ്റീവ് ആയിരുന്നു എങ്കിലും അതൊന്നും അത്രയും നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റുന്ന ട്രേഡല്ല. ആദ്യം കൂടെ കൺഫേം ചെയ്ത് പറയാൻ പറ്റുന്ന ട്രേഡ് ഈ ട്രേഡ് മാത്രമായിരുന്നു. ഇവിടെ എത്തുമ്പോഴാണ് നമ്മുടെ ഡോട്ട് ലൈൻസിൽ നമ്മുടെ സ്ട്രൈക്കുകൾ ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോഴാണ് എപ്പോഴും വർക്ക് ചെയ്യുക. അത് നമുക്കറിയാം. ഈ ഒരു പൊസിഷനിൽ വീക്കെൻഡ് സ്ട്രൈക്ക് എത്തുമ്പോൾ അതിൻ്റെ മന്തിൻ്റെ സ്ട്രൈക്ക് എവിടെയായിരിക്കണം? അല്ലെങ്കിൽ ബോർഡ് ലൈൻ, അല്ലെങ്കിൽ ഇവിടെ, അല്ലെങ്കിൽ ഇവിടെ, അല്ലെങ്കിൽ ബിറ്റ്വീൻ ഇതിനുള്ളിൽ. ഇത്രയാണെങ്കിൽ മാത്രമാണ് ഒരു ആക്റ്റീവായിട്ടുള്ള പൊസിഷൻ വരിക. ഇവിടെ ഒരു ആക്റ്റീവ് പൊസിഷൻ സി പൊസിഷൻ ഇന്ന് ആക്റ്റീവ് ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുക. ബാക്കി എന്തുകൊണ്ടാണ് ആദ്യം തന്നെ കൺസോൾട്ടേഷൻ ഉണ്ടായതെന്ന് ഞാൻ പറഞ്ഞു. ആദ്യത്തെ ക്യാൻഡിൽസ് നോക്കുമ്പോൾ സി എന്നോ പി എന്നോ നമുക്ക് സ്ട്രൈക്കുകൾ നോക്കി ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ കൺസോൾട്ടേഷൻ സംഭവിക്കും. അത് ഉറപ്പായ കാര്യമാണ്. അതുകൊണ്ടാണ് അതേ കുറേ സമയങ്ങളിലും കൺസോൾട്ടേഷൻ തന്നെ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ കാര്യം ഇത്രേ പറയാനുള്ളൂ. കാരണം ഇന്ന് ഒരു ആക്റ്റീവ് പോയിന്റ് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മളുടെ എന്താ പറയുക, നമ്മളുടെ സെൻസെക്സിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് തന്നിരുന്നത്. സെൻസെക്സിൻ്റെ ഗ്രാഫ് അതുപോലെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ റിജക്ഷനും സപ്പോർട്ട് ലെവൽസും ഒക്കെ നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റ് അതിൻ്റെ ബോൾ ലൈനിൽ വന്ന് എൻഡ് ചെയ്തിട്ടുമുണ്ട്. ഇന്നൊന്നും ക്രോസിംഗ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ക്രോസിംഗ് ലെവൽസ് ഞാൻ തന്നിരുന്നു നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയൊക്കെ, പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. ഒന്നും തന്നെ ക്രോസ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ സ്ട്രൈക്ക് പ്രൈസുകളുടെയൊക്കെ ഗ്രാഫ് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക. ഇതിന് താഴെ തന്നെ നമ്മളുടെ അൺപെയ്ഡ് ആയിട്ടുള്ള ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്ത് അൺപെയ്ഡ് ആയിട്ട്, അതായത് നമ്മളുടെ ഈ ഒരു സ്ട്രൈക്ക് ഗ്രാഫ് മാത്രമേ പെയ്ഡ് ആയിട്ടുള്ളൂ. ഈ ഒരു ഇൻഡെക്സ് ഗ്രാഫ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ.